ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ മാളൂട്ടിക്ക് വേണ്ടി ഗംഗ കിച്ചണിൽ നെയ്യപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രാഹുൽ എത്തുന്നത്. രാഹുൽ ഗംഗയെ കുറെ നേരം അങ്ങനെ നോക്കുന്നത് കണ്ടതോടെ ഗംഗയ്ക്ക് ആകെ അസ്വസ്ഥത തോന്നുന്നു. അവസാനം രാഹുൽ ഗംഗയുടെ അരികിലേക്ക് എത്തി, ഞാനൊരു നെയ്യപ്പം എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊരു നെയ്യപ്പം എടുത്ത് കഴിക്കുന്നു. ആഹാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ടേസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കിട്ടില്ല. ഇതിനെയാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഗംഗയുടെ ചുറ്റും നടക്കുകയാണ് രാഹുൽ. ഇത് കണ്ടതോടെ ഗംഗ മനഃപൂർവ്വം രാഹുലിന്റെ തൊട്ടിയൊരുമിൽ നിന്ന് മാറുന്നതിന് വേണ്ടി മനഃപൂർവ്വം തന്നെ ഗംഗ ഒഴിഞ്ഞു മാറുന്നു. അപ്പോഴേക്കും ഗംഗയുടെ അരികിലേക്ക് എത്തി രാഹുൽ പുഞ്ചിരിയോടെ ഗംഗയെ നോക്കി നിന്നു. ഗംഗ ഒട്ടും ഇഷ്ടപ്പെടാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ഗൗരി തന്നോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. സ്ത്രീകൾ മറ്റുള്ളവർ ഓരോന്നും ചെയ്യുമ്പോൾ അവരുടെ പ്രവൃത്തികൾക്ക് കൃത്യമായി പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അവർ നമ്മുടെ തലയിൽ കയറുകയും നമ്മളെ വല്ലാതെ ഉപദ്രവിക്കാൻ നോക്കുകയും ചെയ്യുന്നതെന്ന ഗൗരിയുടെ വാക്കുകൾ ഗംഗ ഓർമ്മിച്ചു. അപ്പോഴേക്കും തന്റെ അരികിലേക്ക് അടുത്തടുത്ത് വരുന്ന രാഹുലിനെ ഗംഗ ശ്രദ്ധിച്ചു. ഉടനെ തന്നെ രാഹുൽ നെയ്യപ്പം എടുക്കാനെന്ന വ്യാജന ഗംഗയുടെ കൈകൾക്കിടയിലൂടെ ആ നെയ്യപ്പം എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിനരികിലേക്ക് രാഹുൽ കൈ നീട്ടിക്കൊണ്ട് വരുന്നത് ഗംഗ കാണുന്നു. തന്റെ കയ്യിൽ തൊടാനുള്ള രാഹുലിന്റെ ശ്രമമാണെന്ന് മനസ്സിലാക്കിയതോടെ ഗംഗ വേഗം തന്നെ രാഹുലിന്റെ ആ കൈ ആ തിളച്ചു മറഞ്ഞ എണ്ണയിലേക്ക് ഗംഗ മുക്കുന്നു. അത് കണ്ടതോടെ രാഹുൽ നിലവിളിച്ചു, അയ്യോ അമ്മേ, എന്റെ കൈ പൊള്ളിയേ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ കൈ പൊള്ളിയതിന്റെ വേദനയിൽ നിലവിളിച്ചു. അമ്മേ, ഓടി വായോ, എന്റെ കൈ പൊള്ളിയേ എന്ന് പറഞ്ഞ് രാഹുൽ കൈ പൊള്ളിയതിന്റെ വേദനയിൽ അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളയുന്നു. ഈ സമയത്ത് ഗംഗയെ കൈയോടെ രാഹുൽ നോക്കുകയും ചെയ്യുന്നതോടെ ഗംഗ രാഹുലിനെ ഒന്ന് നോക്കി. ഈ സമയത്ത് ബഹളം കേട്ട് അവിടേക്ക് ദേവയാനിയും പിന്നാലെ മാളൂട്ടിയും എത്തി. ദേവയാനി ഓടിയെത്തി എന്താ എന്താ മോനെ പറ്റിയത് എന്ന് രാഹുലിനോട് അന്വേഷിച്ചു. അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു, അമ്മേ, എന്റെ കൈ പൊള്ളി. അത് കേട്ട ഉടനെ തന്നെ ദേവയാനി ചോദിച്ചു, നിന്റെ കൈ പൊള്ളിയെന്നോ, എങ്ങനെ എന്ന് ചോദിച്ചപ്പോ അതിന് എന്ത് മറുപടി പറയാന്നറിയാതെ രാഹുൽ ആകെ പകച്ചു. ഉടനെ രാഹുലിന്റെ കൈ മുഴുവൻ പൊള്ളിയിരിക്കുന്നത് കണ്ടതോടെ രാഹുലിനോട് ഗംഗയുടെ അരികിൽ നിന്ന് ദേവയാനി ചോദിച്ചു, അല്ല എന്താ സംഭവിച്ചത്? ഉടനെ ദേവയാനിയോട് രാഹുൽ പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞാൻ നെയ്യപ്പം എടുക്കാനായി എണ്ണയ്ക്കകത്ത് കൈ വെച്ചതാണ് എന്ന് പറഞ്ഞത്. ഉടനെ തന്നെ രാഹുൽ എണ്ണയിൽ കൈയിട്ടതാണെന്ന് കേട്ടതോടെ ദേവയാനി ചോദിച്ചു, അതിന് നെയ്യപ്പം എടുക്കാൻ ആരെങ്കിലും എണ്ണയിൽ കൈയിടൂടാ എന്ന് ചോദിച്ചപ്പോ ഗംഗ, നീ ഇത് കണ്ടില്ലായിരുന്നോ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, രാഹുലേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാനൊട്ടും കരുതിയില്ല എന്ന് ഗംഗ മറുപടി നൽകിയതും മാള് പറഞ്ഞു, അയ്യേ, ഈ അങ്കിളിന് ഇതൊന്നും അറിയത്തില്ലേ? രാഹുലിന് ഇതൊന്നും അറിയില്ലേ? എനിക്ക് പോലും അറിയാലോ, ഇത്രയും കൊച്ചുകുട്ടിയായ എനിക്കറിയാമല്ലോ തിളച്ച എണ്ണയിൽ കൈ ഇട്ടാൽ കൊള്ളുമെന്നുള്ള കാര്യം. എന്നിട്ട് അയ്യേ, രാഹുലിന് അത് അറിയില്ലല്ലേ, ഇപ്പോൾ ഫിംഗർ ചിപ്സ് ആയല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അങ്ങനെ മാളൂട്ടി നിൽക്കുന്നത് കണ്ട് ദേവിയാനി പറഞ്ഞു, അതെ, ഇവിടെ ഒരാൾ വേദന കൊണ്ട് പൊളയുമ്പോൾ അയാളെ കളിയാക്കിയാണോ? പൊട്ടിയാണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ദേവയാനി വേഗം രാഹുലിനോട് പറഞ്ഞു, മോനെ, നീ വേഗം വാ, അമ്മ മരുന്ന് പുരട്ടി തരാം എന്ന് പറഞ്ഞ് ദേവയാനി അവിടുന്ന് പോയി. ദേവയാനി പോകുന്ന സമയത്ത് പിന്നാലെ പോകുന്ന രാഹുൽ ദേഷ്യത്തോടെ ഗംഗയെ നോക്കി. ഗംഗ കലിപ്പോട് തന്നെ രാഹുലിനെ നോക്കുമ്പോ, നിനക്ക് ഇതിന് ഞാൻ തിരിച്ചടി തന്നിരിക്കുമെന്നുള്ള നോട്ടത്തോടെ അവിടുന്ന് രാഹുൽ ഇറങ്ങിപ്പോയി. ആ കാഴ്ച കണ്ടതോടെ ഗംഗ വലിയ സന്തോഷത്തിലായി. തന്നെ ഉപദ്രവിക്കാനായി ഇനി മേലാൽ അയാൾ ശ്രമിക്കില്ല എന്നുള്ള ധൈര്യത്തിൽ ഗംഗ മാളുവിനോട് പറഞ്ഞു, അതെ, മാളൂട്ടിക്ക് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കിയല്ലോ, മോളത് കഴിച്ചോ എന്ന് പറഞ്ഞ് നെയ്യപ്പം എടുത്ത് മാളൂട്ടിക്ക് കൊടുക്കുന്നു. മാളൂട്ടി നെയ്യപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന രാഹുലിന്റെ കയ്യിൽ മരുന്ന് പുരട്ടി കൊടുക്കുകയാണ് ദേവയാനി. അമ്മേ, എന്റെ കൈ വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ബഹളം വെക്കുമ്പോഴേക്കും ദേവയാനി ആ മരുന്ന് പുരട്ടിയിട്ട് പറഞ്ഞു, അല്ല, നിന്റെ കൈ എങ്ങനെ ഇതുപോലെ പൊള്ളിയത്? എനിക്കറിയാം, അങ്ങനെ തിളച്ച എണ്ണയിൽ കൈയിടാത്തക്ക രീതിയിലുള്ള ബുദ്ധിമോശമൊന്നും നീ കാണിക്കില്ല. അല്ല, എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് ദേവയാനി അന്വേഷിച്ചു. ഉടനെ രാഹുൽ പറഞ്ഞു, അത് പിന്നെ അമ്മേ, അവിടെ ഗംഗ നെയ്യപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ ഞാൻ അവിടേക്ക് ചെന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരു നെയ്യപ്പം എടുക്കാനായി ഞാൻ കൈ നീട്ടി. അപ്പോ അറിയാതെ ഗംഗയുടെ ദേഹത്തൊന്ന് തൊട്ടു. അപ്പോഴേക്കും അവൾ ആ ദേഷ്യത്തിൽ എന്റെ കൈയെടുത്ത് ആ എണ്ണയിൽ മുക്കിയത് എന്ന് ഗംഗയെ കുറിച്ച് രാഹുൽ പറഞ്ഞു. അത് കേട്ടതും ദേവയാനി ചോദിച്ചു, ആഹാ, അപ്പൊ തന്നെ നിനക്ക് അവളുടെ മുഖം കൂടി അതിൽ പിടിച്ചു മുക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചതും ഉടനെ രാഹുൽ പറഞ്ഞു, അമ്മേ, ഞാൻ എങ്ങനെ ചെയ്യാനാണ്? ഇന്നത്തെ കാലത്ത് ആണുങ്ങൾ എന്ത് ചെയ്താലും അത് അവർക്ക് കുറ്റകരമായിട്ട് മാത്രമാണ് മാറുന്നത്. സത്യത്തിൽ സ്ത്രീകളെ അനുകൂലിക്കുന്ന കാലമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ
സ്ത്രീകൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ അനുകൂലിച്ച് മാത്രമേ മറ്റുള്ളവർ സംസാരിക്കുകയും പെരുമാറുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും അതാരും വിശ്വസിക്കില്ല. ഞാൻ ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചെന്നായി ആകും പിന്നീടുള്ള അങ്ങനെ വരുത്തി തീർക്കും. അതായിരിക്കും പിന്നീട് സംഭവിക്കുക. അതുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചു വിട്ടു അമ്മേ, അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോ ഉടനെ ദേവയാനി പറഞ്ഞു, ആഹാ അത്രയ്ക്കായോ? ഇനി അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഗംഗയെ ഒരു കാരണവശാലും ഇനി ഈ കൈലാസം വീട്ടിൽ വെച്ച് പുലർത്താൻ പാടില്ല എന്ന് പറഞ്ഞത്. രാഹുൽ പറഞ്ഞു, അമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മ പറഞ്ഞാൽ മതി, അതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞത്. ദേവയാനി പറഞ്ഞു, അതെ നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട. നീ തന്നെ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് ഇന്നത്തെ കാലത്ത് നിയമം നൽകുന്ന പരിരക്ഷയെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഞാനത് ചെയ്തോളാം എന്ന് ദേവയാനി രാഹുലിനോട് അറിയിച്ചു. നീ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് തന്നെയാണ് ഈ കാലത്ത് മുൻഗണനയുള്ളത്. അതുകൊണ്ടാണല്ലോ പലയിടത്തും ഒന്നിൽ കൂടുതൽ ആളുകളെ സൈനൈഡ് കൊടുത്തും അതുപോലെ തന്നെ കഷായത്തിൽ വിഷം കലർത്തിയും ഒക്കെ സ്ത്രീകൾ അപായപ്പെടുത്തിയിട്ടും അവരെ പിടികൂടാനോ അവരെ സംശയിക്കാനോ ചോദ്യം ചെയ്യാനോ പോലും 1-2 തവണ ആവർത്തിച്ച് ആലോചിക്കേണ്ടി വന്നത് എന്ന് ദേവയാനി അറിയിച്ചു. ഈ സമയത്ത് ഗംഗ റൂമിലേക്ക് എത്തിയതും വിവരങ്ങൾ ഗൗരിയോട് പറഞ്ഞത് കേട്ട് ഗൗരി പറഞ്ഞു, എന്തായാലും നന്നായി ഗംഗെ, നിനക്ക് നിന്റെ ഉള്ളിലുള്ള ശക്തി എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെ എങ്ങനെ നേരിടണമെന്ന് നീ മനസ്സിലാക്കിയില്ലേ എന്ന് ഗംഗയോട് ഗൗരി ചോദിച്ചതും ഉടനെ ഗംഗ പറഞ്ഞു, എന്റെ ഗൗരി ചേച്ചി ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ഗൗരി ചേച്ചി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പ്രതികരിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ഭയന്നു മാറി അയാളുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നേനെ എന്ന് പറഞ്ഞതും ഗൗരി പറഞ്ഞു, അതെ പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാലും ഇനി സൂക്ഷിച്ചിരിക്കണം ഗംഗയെ. ആ രാഹുലിനെ നീ വേദനിപ്പിച്ച് വിട്ടതുകൊണ്ട് നിനക്ക് ഇപ്പോൾ ഇവിടുത്തെ ശത്രുക്കളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. മറ്റുള്ളവർ നിന്നെ ഇവിടുന്ന് അപായപ്പെടുത്താനും ഇവിടുന്ന് പറഞ്ഞയക്കാനും ഒക്കെ അവർ പല ആവർത്തി ശ്രമിച്ചെന്നിരിക്കും എന്ന് പറഞ്ഞു. ഗംഗ അതിനെക്കുറിച്ച് ആലോചിച്ചതും ഗൗരി പറഞ്ഞു, മാത്രമല്ല ഞാൻ നിന്നെ സഹായിക്കുന്നുണ്ട് എന്നുള്ള ഒരറിവും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ എത്രയും വേഗം ഇവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള ശ്രമമായിരിക്കും ഇനി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അവരതിനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും വലിയ മന്ത്രവാദിനിയെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ എത്രയും വേഗം ബന്ധിക്കാനായിരിക്കും അവർ ശ്രമിക്കുക. എനിക്ക് അതിനു മുമ്പായി എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ഗംഗെ, അതെനിക്ക് നീ സാധിച്ചു തരണം. ആ ലക്ഷ്യത്തിലെത്താൻ നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടതും ഗംഗ പറഞ്ഞു, ഞാൻ എന്താ ഗൗരീച്ചി ചെയ്യേണ്ടത്? ഗൗരീച്ചി പറഞ്ഞാൽ മതി, അതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞതും ഗൗരി പറഞ്ഞു, അതെ ഞാനന്ന് ഈ ലോകത്തെ ഒന്ന് വിട പറഞ്ഞു പോയത്, അല്ലെങ്കിൽ എനിക്കന്ന് സംഭവിച്ച അപകടം അതൊരു അപകടമായിരുന്നില്ല, അതൊരു അപകടമോ ആത്മഹത്യയോ ആയിരുന്നില്ല. മനഃപൂർവ്വം എന്നെ ആരോ അപായപ്പെടുത്തിയതാണ് ഗംഗെ. അത് കേട്ടതും ഗംഗ ഞെട്ടി. ഉടനെ ഗൗരി പറഞ്ഞു, അന്ന് ഞാനും മഹിയേട്ടനും തമ്മിൽ എന്തോ കാര്യത്തിന് അന്ന് സൗന്ദര്യപ്പിണക്കമുണ്ടായി. ആ വഴക്കിന്റെ പേരിൽ ഞാൻ ഈ വീട് വിട്ടിറങ്ങാൻ തയ്യാറായി. മഹി ഗൗരിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട്, ഗൗരി നീ ഇതിന്റെ പേരിൽ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ ഇനി മുതൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല എന്ന് ഗൗരിയോട് മഹി താക്കീതെന്നോണം പറഞ്ഞതും, അതെ ഇനി മുതൽ നമ്മൾ തമ്മിലൊരു ബന്ധവും ഉണ്ടാവുകയില്ല എന്ന് ഗൗരി വാക്ക് നൽകി. ഉടനെ മഹി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെയും മോളുടെയും കാര്യത്തിൽ നീ ഇനി ഒരിക്കലും ഇടപെടാൻ പാടില്ല എന്നും ഗൗരിയോട് മഹി പറഞ്ഞതും, അതെ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഇനി ഒരിക്കലും ഞാൻ ഇടപെടില്ല. എനിക്ക് എന്റെ വഴി, മഹിയേട്ടന്റെ വഴി എന്ന് പറഞ്ഞു അങ്ങനെ ഗൗരി പോകാൻ തയ്യാറായതും, അങ്ങനെയാണെങ്കിൽ നീ എന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യ എന്ന് പറഞ്ഞു ഗൗരിയോട് സത്യം ചെയ്യാനായി മഹി ആവശ്യപ്പെട്ടതും അന്ന് മഹിയുടെ കയ്യിൽ സത്യം ചെയ്ത് ഗൗരി അവിടുന്ന് പോരാനായി ഒരുങ്ങിയതും ഗൗരി ഗംഗയെ അറിയിക്കണം. അന്ന് ഞാൻ ഭാഗമെടുത്ത് സ്റ്റേറിഞ്ഞ് വരുന്ന സമയത്താണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി എന്തോ ഒരു ശബ്ദം ആ കിച്ചണിൽ വെച്ച് ഞാൻ കേട്ടു. കിച്ചണിൽ എന്തോ ഒരു ശബ്ദം കേട്ടതോടെ ഞാൻ കിച്ചണിലേക്ക് പോയി എന്ന് ഗൗരി ഗംഗയോട് പറയുന്നു. കിച്ചണിൽ ചെന്ന് ഞാൻ അവിടെ നോക്കിയതും അവിടെ എന്തോ പാത്രം വീഴുന്ന ശബ്ദം കേട്ട് അവിടെ ആരായിരിക്കും, എന്താ സംഭവിച്ചെന്ന് അറിയാനേ അവിടെ ചെന്ന് ഞാൻ പരിശോധിച്ചു. പക്ഷേ അവിടെ കിച്ചണിൽ ഒന്നും തന്നെ ആരെയും തന്നെ ഞാൻ കണ്ടതുമില്ല. അപ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു സ്മെല്ല് ആ കിച്ചണിൽ വരുന്നതായിട്ട് എനിക്ക് തോന്നി. എന്താണ് ഈ സ്മെല്ലിന്റെ കാരണം എന്നറിയാനേ ഞാൻ നോക്കിയതും അപ്പോഴാണ് ഗ്യാസ് ഓൺ ആക്കിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടത്. അയ്യോ ഗ്യാസ് ഓണല്ലോ എന്ന് വിചാരിച്ച് ഭയന്നുകൊണ്ട് വേഗം ഞാനത് ഓഫ് ചെയ്തതിന് ശേഷം അവിടുന്ന് അത് ഓഫ് ചെയ്യാനായി മുന്നിലേക്ക് ആഞ്ഞതും പെട്ടെന്ന് കിച്ചണിന്റെ വാതിൽ അടഞ്ഞു. ആരാ അടച്ചെന്ന് അറിയാതെ ഞാൻ വേഗം വാതിലിനരികിലേക്ക് ഓടിച്ചെന്നു. അയ്യോ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് ഞാൻ ബഹളം വെച്ചു. മഹിയേട്ടാ, അമ്മേ, ആരെങ്കിലും ഓടി പറഞ്ഞേ എന്ന് പറഞ്ഞ്
ഞാൻ അവിടെ എന്നാലാകും വിധത്തിൽ നിലവിളിച്ചു. പക്ഷെ ആരും തന്നെ അവിടേക്ക് എത്തിയില്ല. ഈ സമയത്ത് ഞാൻ ആ വാതിൽ തുറക്കാനായി ശ്രമം നടത്തുന്നതിനിടയിൽ പെട്ടെന്ന് ജനാലയിലൂടെ ആരോ ഒരു ലൈറ്റർ ആ കിച്ചണിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ലൈറ്റർ വന്ന് വീണതും അവിടെ മുഴുവൻ ഗ്യാസ് നിറഞ്ഞിരുന്നതിനാൽ ആ നിമിഷം തന്നെ വലിയൊരു സ്ഫോടനം എന്നോണം അവിടെ തീ പടർന്നു. അവസാനം എന്റെ ദേഹത്തേക്കും തീ പടർന്നപ്പോ ഞാൻ മഹിയേട്ടനെ വിളിച്ചു കരഞ്ഞു. മഹിയേട്ട, അമ്മേ, ആരെങ്കിലും വരണേ എന്ന് പറഞ്ഞ് ഞാൻ ബഹളം വെക്കുന്നത് കേട്ട് താഴേക്ക് ഇറങ്ങി മഹിയേട്ടൻ എത്തിയതും മഹിയേട്ടൻ എന്റെ ബാഗ് അവിടെ ഇരിക്കുന്നത് കണ്ടതോടെ, കിച്ചണിൽ എന്റെ ബഹളം കൂടി കേട്ടതോടെ മഹിയേട്ടൻ വേഗം കിച്ചണിനരികിലേക്ക് ഓടിയെത്തി. വാതിൽ തുറക്കാനായി മഹിയേട്ടൻ എത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറക്കാൻ മഹിയേട്ടന് സാധിച്ചില്ല. അതിനുശേഷം മഹിയേട്ടൻ സൈഡിലുള്ള ആ ജനലിനരികിലേക്ക് മഹിയേട്ടൻ ഓടിയെത്തി. ആ ജനലിനരികിലേക്ക് വന്ന മഹിയേട്ടൻ ജനൽ തുറന്ന് അകത്തേക്ക് കയറാനായി ശ്രമിച്ചു. ജനൽ തുറക്കാൻ എത്ര ശ്രമിച്ചിട്ടും മഹിയേട്ടന് സാധിച്ചില്ല. ജനലും അത് അടച്ചിട്ടിരിക്കുന്നത് കണ്ട് മഹിയേട്ടനാകെ തകർന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ മഹിയേട്ടൻ എന്നെ രക്ഷിക്കാനാകാത്ത നിരാശയിൽ മഹിയേട്ടന് മുന്നിൽ ഞാൻ അന്ന് ആ അഗ്നിക്കിരയാകുന്നത് കണ്ട് മനസ്സ് തകർന്ന് മഹിയേട്ടൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അതാണെന്ന് സംഭവിച്ചത് എന്ന് ഗംഗയോട് ഗൗരി അറിയിച്ചു. അത് കേട്ടതും ഗൗരി ആ കാര്യങ്ങൾ വിശദമായി ഗംഗയെ അറിയിച്ചത് കേട്ട് ഗംഗ ഞെട്ടി. അന്ന് എന്നെ മനഃപൂർവ്വം ആരോ അപായപ്പെടുത്തിയതാണെന്നുള്ള ഗൗരിയുടെ വാക്ക് കേട്ട് അത് വിശ്വസിക്കാനാകാതെ അത്രയും വലിയൊരു സത്യം താൻ കേട്ടതിന്റെ ആഘാതത്തിൽ ഗംഗ അങ്ങനെ ഞെട്ടിത്തെറിച്ചു നിന്നു. ഉടനെ തന്നെ ഗൗരി പറഞ്ഞു, അന്ന് എന്നെ അപായപ്പെടുത്തിയവർ തന്നെ ഇപ്പോഴും ഗംഗയെ നിന്നെയും അപായപ്പെടുത്താൻ ശ്രമിച്ചേക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് അവർ എന്നെ അപായപ്പെടുത്തിയത് സ്വത്തിന് വേണ്ടിയാണെങ്കിൽ ആ ആപത്ത് മഹിയേട്ടന്റെയും മാളൂട്ടിയുടെയും ജീവന് പോലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവനും സുരക്ഷിതത്വത്തിലല്ല. അതുകൊണ്ട് ഗംഗെ, നീ എത്രയും വേഗം എന്നെ അപായപ്പെടുത്തിയത് ആരാണെന്ന് കണ്ടെത്താൻ നീ എന്നെ സഹായിക്കണം. ഈ ലോകത്ത് നിന്ന് അവരെന്നെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് എനിക്ക് ആ സത്യം കണ്ടെത്തണം ഗംഗെ എന്ന് പറഞ്ഞതും ഗംഗ പറഞ്ഞു, തീർച്ചയായിട്ടും ഗൗരിയേച്ചിയോട് ഈ ക്രൂരത ചെയ്തത് ആരാണെങ്കിലും ഞാൻ അവരെ കണ്ടെത്തും. അതിന് ഞാൻ ഗൗരിയേച്ചിയെ ഞാൻ സഹായിക്കാം. ഞാൻ തീർച്ചയായിട്ടും കണ്ടെത്തിയിരിക്കും ഗൗരിയേച്ചി എന്ന് ഗംഗ വാക്ക് നൽകി. അത് കേട്ടതും ഗൗരി പറഞ്ഞു, ആ സത്യം തിരിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങളെ രണ്ടുപേരെയും, നിങ്ങളുടെ 3 പേരും സുരക്ഷിതമായി ഇവിടെ ജീവിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് ഈ ലോകത്തോട് വിട പറയാൻ. ശരീരമില്ലാതെ ഞാൻ ഈ ലോകത്ത് അലഞ്ഞു നടക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അത് കേട്ടതും ഗംഗ പറഞ്ഞു, അയ്യോ, ഗൗരിയേച്ചി പോകാനോ? വേണ്ട ഗൗരിയേച്ചി ഞങ്ങളെ വിട്ടു പോകല്ലേ എന്ന് പറഞ്ഞതും ഗൗരി പറഞ്ഞു, ഇല്ല ഗംഗെ, അങ്ങനെ എനിക്ക് പോകാതിരിക്കാനാവില്ല. ഇനിയും ഞാൻ ഇങ്ങനെ നടന്നാൽ അവർ ചിലപ്പോൾ ഏതെങ്കിലും മന്ത്രവാദിയെ വിളിച്ചു വരുത്തി എന്നേക്കുമായി എന്നെ ബന്ധിച്ചേക്കും. പിന്നെ ഈ ലോകത്ത് നിന്ന് ഒരിക്കലും പോകാനാകാതെ ഇതുപോലെ ജന്മമരണമില്ലാത്ത, അങ്ങനെ യാതൊരു അതിർവരമ്പുകളും ഇല്ലാത്ത ആ ലോകത്തേക്ക് എനിക്ക് പോകാനാകാതെ ഈ ലോകത്ത് യാതന സഹിച്ച് വേദന സഹിച്ച് അവരുടെ ബന്ധനത്തിൽ എന്നും എനിക്ക് ജീവിക്കേണ്ടി വരും ഗംഗെ എന്ന് ഗൗരി അറിയിച്ചു. അത് കേട്ടതും ഗംഗ പറഞ്ഞു, ഇല്ല ഗൗരിയേച്ചി, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും ഗൗരിയേച്ചിയെ ഞാൻ വിടില്ല. അതിനു മുൻപ് തന്നെ നമ്മൾ അവരെ കണ്ടെത്തിയിരിക്കും എന്ന് ഗംഗ ഗൗരിക്ക് വാക്ക് നൽകുന്നു. ഈ സമയത്ത് ദേവയാനി തന്റെ കയ്യിലിരുന്ന വിഷക്കുപ്പിയെയും ഹൈമവതിയെയും ശ്രേയയും കാണിക്കുന്നു. ഇത് കണ്ടതോടെ ഹൈമവതി ചോദിച്ചു, അല്ല നാത്തൂൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? അതെ, ഈ വിഷം കഴിച്ചിട്ട് നാത്തൂന്റെ സ്വന്തം ജീവൻ പോലും അപകടത്തിൽപ്പെടുത്തി ഇങ്ങനൊരു നീക്കത്തിന്, ഇങ്ങനൊരു പരീക്ഷണത്തിന് തുനിയേണ്ട കാര്യമുണ്ടോ നാത്തൂനെ? നാത്തൂൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ ഗംഗയെ ഓടിക്കാനാണെങ്കിൽ ഇത് അവൾക്ക് കൊടുത്താൽ പോരെ? എന്നേക്കുമായി അവളുടെ ശല്യം ഒഴിവായി കിട്ടുമല്ലോ എന്ന് ഹൈമവതി ചോദിച്ചു. അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, അല്ല, അങ്ങനെ ചെയ്യുന്നതല്ലേ നാത്തൂനെ നല്ലത്. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ ചിലപ്പോൾ ഇത്തരം വിഷം കഴിച്ചു കഴിഞ്ഞാൽ അത് ആന്തരിക അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ജീവിതകാലം മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അഥവാ മാറ്റിവെക്കാൻ കഴിയാത്ത വല്ല അവയവമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എന്നെല്ലാം ഹൈമവതി അറിയിച്ചു. അത് കേട്ടതും ദേവയാനി പറഞ്ഞു, അതെ, കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. എന്നാലും റിസ്ക് ഉള്ള കാര്യങ്ങൾ ഏറ്റെടുത്താലല്ലേ നമുക്ക് നല്ല വിജയത്തിലെത്താൻ കഴിയൂ എന്ന് ദേവയാനി ശ്രേയയോടും ഹൈമവതിയോടും അറിയിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേക്കും ഹൈമവതി ചോദിച്ചു, എലിയെ പേടിച്ച് ഇല്ലം ചുടേണ്ട ആവശ്യമുണ്ടോ നാത്തൂനെ എന്ന് ചോദിച്ചതും ഹൈമവതിയോട് ശ്രേയയോടും ദേവയാനി പറഞ്ഞു, അതെ, തൽക്കാലം ഇതിങ്ങനെ ചെയ്തേ പറ്റൂ. ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നാളെ ഗംഗ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾ ഈ വിഷം കലർത്തണം. ഇത് ശ്രേയ വേണം ചെയ്യുവാൻ. അതിനുശേഷം ഞാൻ വിഷം എന്റെ ഉള്ളിൽ ചെന്നുവെന്ന് അറിഞ്ഞതിന് ശേഷം
ആ സത്യം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഉടനെ തന്നെ എത്രയും വേഗം എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും നിങ്ങൾ നടത്തുകയും ചെയ്യണം എന്ന് ശ്രേയയോടും ഹൈമവതിയോടും ദേവയാനി പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. അത് കേട്ടതോടെ ദേവയാനി പറഞ്ഞു, ശരി, അങ്ങനെ നിങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ദേവയാനിയുടെ ആ വാക്കുകൾ കേട്ട് ഹൈമവതി പറഞ്ഞു, ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ, ഞങ്ങൾ അത് കൃത്യമായി ചെയ്തോളാം നാത്തൂനെ എന്ന് ഹൈമവതി വാക്ക് നൽകുമ്പോൾ ശ്രേയ ഹൈമവതി പലതും പറഞ്ഞ് ദേവയാനിയെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ശ്രമിച്ചു. അല്ലെങ്കിലും ആ ഗംഗ ഇല്ലാതാക്കാൻ നാത്തൂൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ടോ എന്നായി വീണ്ടും ഹൈമവതിയുടെ ചോദ്യം. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, അതെ, ഇനിയും അവളെ ഇങ്ങനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ശരിയല്ല. അവള് എന്റെ മക്കൾക്ക് നേരെ പോലും ആക്രമണം തുടങ്ങിയിരിക്കുന്നു. അവരെ പോലും വെറുതെ വിടാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കൊരു തിരിച്ചടി കൊടുത്തേ തീരൂ എന്ന് ദേവയാനി അറിയിച്ചു. ഉടനെ എന്നാ ഇത് ഞങ്ങൾ സക്സസ് ആക്കി തന്നിരിക്കും ആന്റി എന്ന് ദേവയാനിക്ക് ശ്രേയ വാക്ക് നൽകി. അതിനുശേഷം ദേവയാനി അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ഹൈമവതിയോട് ശ്രേയ ചോദിച്ചു, അമ്മേ, ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. അമ്മ എന്തിനാ അവരെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താനായി ശ്രമിച്ചുകൊണ്ടിരുന്നത്? അമ്മേ, ആ ഭ്രാന്ത് പിടിച്ച ആ തള്ള ഈ ഒരു കാര്യത്തോടെ അവരുടെ ജീവനും കൂടി തട്ടിപ്പോയ ഇതോടെ ഗംഗയും അവരും ഒരുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വഴിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി കിട്ടും. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്നെ മഹിയേട്ടനെ വിവാഹം കഴിച്ച് ഈ കൈലാസത്തിലെ രാജ്ഞിയായിട്ട് എനിക്ക് വാഴാം. പിന്നെ നമ്മൾ ഇവിടെ അടിച്ചു പൊളിക്കുമേ. അമ്മ അതിനിടയ്ക്ക് എന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഞാൻ അതുകൊണ്ടാണ് അമ്മയെ ചവിട്ടിയത്. ഇനിയും അമ്മ അതുപോലെ തന്നെ തുടർന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും വാങ്ങി ചവിട്ടിയേനെ എന്ന് ചോദിച്ചിട്ടും, എടി, ഞാൻ നിന്റെ അമ്മയാ എന്ന് ഹൈമവതി പറഞ്ഞതും ഉടനെ ശ്രേയ പറഞ്ഞു, എന്റെ അമ്മയെ ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാൻ പോകുമ്പോ അമ്മയാ അമ്മൂമ്മയാ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ, എത്രയും വേഗം നമുക്ക് അവരുടെ ഈ പദ്ധതി നടപ്പിലാക്കണം. വിഷം കഴിച്ച് അവരുടെ ജീവനം തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായില്ലേ അമ്മേ എന്ന് പറഞ്ഞു. ഉടനെ ഹൈമവതി പറഞ്ഞു, കൊള്ളാം മോളെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടക്കോ എന്ന് ചോദിച്ചതും ശ്രേയ പറഞ്ഞു, തീർച്ചയായിട്ടും ഈ കൈലാസത്തിൽ നമ്മൾ അങ്ങ് പൂണ്ട് വിളയാടുമേ, നോക്കിക്കോ. എന്തായാലും ഇനി ആ ഗംഗയെ ഇവിടെ ജീവിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അവരെ കൊന്ന കുറ്റത്തിന് ഗംഗ അകത്തു പോകും. പിന്നെ ഇത് നമ്മുടെ ലോകമായി മാറും. അമ്മ നോക്കിക്കോ എന്ന് പറഞ്ഞ് ശ്രേയ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മനക്കോട്ട കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു.